കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല സമ്പൂർണമായി തകർന്നിരിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സർവ്വസാധാരണക്കാരനെ ആശ്രയമേഖല ആരോഗ്യ മേഖല ഇന്ന് സമസ്ത രംഗത്തും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ചികിത്സയ്ക്ക് വേണ്ടി വിദേശ രാജ്യത്തിലേക്ക് പോയിരിക്കും. ഈ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾക്ക് ആശ്രയമാവേണ്ട ആരോഗ്യ മേഖല, ആശുപത്രികള്, മെഡിക്കൽ കോളേജുകള് അവിടെ മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുന്നൊരു സാഹചര്യമാണ്. ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജും മാത്രം നമ്മൾ ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാല് 2014 കൊട്ടിഘോഷിച്ചുകൊണ്ട് പണി തീർത്ത പാലക്കാട് മെഡിക്കൽ കോളേജിലെ OP ആരംഭിച്ചത് തന്നെ 2024 അവിടെ ഇപ്പോഴും നിരവധി മാരകമായ അസുഖങ്ങൾക്ക് റെഫറൽ നൽകുകയാണ്. ഒന്നെങ്കിൽ കോയമ്പത്തൂരിലേക്ക്, അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക്. ഇത്തരത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിനെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഇത് തന്നെയാണ് സാഹചര്യം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ തുറന്നു പറയേണ്ടി വന്നത് കേരളത്തിലെ മുഴുവൻ മലയാളികളും ആ ഡോക്ടറുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ഈ ഭരണത്തിൽ ആരോഗ്യ മേഖല നശിച്ച് നാരായണക്കല്ലെടുത്തതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ലോകം മുഴുവൻ നാശം വിതച്ചുകൊണ്ട് കോവിഡ് മഹാമാരി പടർന്നു പന്തലിച്ചപ്പോൾ ഈ ലോകത്ത് തന്നെ നടുക്കിക്കൊണ്ട് കേരളത്തിലെ പത്തനംതിട്ടയിലെ ആറന്മുളയിലെ ആംബുലൻസിനകത്ത് വെച്ച് ഒരു കോവിഡ് രോഗി പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇത്തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിൽ വലിയ വീഴ്ചയാണ് വന്നിട്ടുള്ളത്. അതിനെതിരെയാണ് ഇത്തരത്തിലൊരു സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ സമാധാനത്തോടുകൂടിയുള്ള ഈ പ്രതിഷേധങ്ങളെ നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പാർട്ടിയുടെ സമാധാനീയനായ ജനറൽ സെക്രട്ടറി സി കൃഷ്ണനാർ അവരെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൊടുക്കുന്നു. നമസ്കാരം. ഈ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിക്കുന്ന BJPയുടെ ബഹുമാന്യായിട്ടുള്ള ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവൻ, പാർട്ടിയുടെ ബഹുമാന്യരായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഷൺമുഖൻ, ശ്രീ ഓമനക്കുട്ടൻ, ശ്രീ സ്മിതേഷ്, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ മധു, ശ്രീ പ്രഭാകരൻ, ശ്രീ പ്രസന്നൻ, ശ്രീ കുമാരൻ മാഷ്, ശ്രീമതി ഉഷ, സുമ ഉൾപ്പെടെയുള്ള മീഡിയ സെല്ലിന്റെ കൺവീനർ ശ്രീ ബാബു ഉൾപ്പെടെയുള്ള BJPയുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ രണ്ട് കാര്യം സൂചിപ്പിക്കാനാഗ്രഹിക്കുന്നു. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ല, ഇനി അവസാനിപ്പിച്ചു. ഇതൊരു തുടക്കം മാത്രം. പോലീസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെ പോലെ വഴിപാട് സമരം നടത്താൻ വന്നവരാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. ഞങ്ങൾ വഴിപാട് സമരത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ നിശ്ചയിച്ചു വന്നാൽ ആ സമരം നടത്തി അതിന്റെ ലക്ഷ്യം കണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങൂ. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോഗിക്കാം. അതിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. രണ്ട്, വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന് പാലക്കാട്, നാളെ ചിലപ്പോ BJPക്കാര് വീണ ജോർജിനെ തടയാൻ വന്നില്ല എന്നായിരിക്കും. ഞങ്ങൾ ശ്രീമതി വീണ ജോർജിനെ തടയാൻ തീരുമാനിച്ചിട്ടില്ല പാലക്കാട്. ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ വീണ ജോർജ് അവിടെ മെഡിക്കൽ കോളേജിന്റെ അകത്തേക്ക് കയറാനുള്ള അവസരം പോലും ശ്രീമതി വീണ ജോർജ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കോൺഗ്രസ്സുകാരായതുകൊണ്ട് സാധിക്കും. DYFIക്കാർ അവരെ പീഡിപ്പിച്ച് അവിടെ നിർത്തിക്കൊണ്ട് ഞങ്ങളോട് വേണ്ട. ഞങ്ങളോട് ഞങ്ങൾ തീരുമാനിച്ചാൽ വീണ ജോർജ് അവിടെ കയറില്ലായി. കേരളത്തിൽ നിന്ന് വലിയ പ്രതിഷേധം അലയടിക്കും. ഞാനും നിങ്ങളുമെല്ലാം ഒരു ആശുപത്രിയിൽ പോവുക ജീവൻ രക്ഷിക്കാൻ, നമ്മുടെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെയോ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ആശുപത്രിയിൽ പോവുക.
ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും പോകണമെങ്കിൽ ആദ്യം ഇൻഷുറൻസ് എടുക്കണം. കാരണം അവിടെ പോയാൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കാം, മരുന്ന് മാറി കുത്തിവെക്കാം, ശസ്ത്രക്രിയ ചെയ്താൽ അവയം മാറി ശസ്ത്രക്രിയ ചെയ്യാം, ശസ്ത്രക്രിയ കഴിഞ്ഞാലോ ചിലപ്പോ ഏതെങ്കിലും ശസ്ത്രക്രിയ ഉപകരണം നമ്മുടെ ദേഹത്തിനകത്ത് വെച്ച് തുന്നിച്ചേർക്കാം. അതെല്ലാം കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം. ഇന്ന് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും ജനങ്ങൾക്ക് ജീവഭയം ഉണ്ടെങ്കിൽ പോവാൻ പറ്റാത്ത സാഹചര്യം. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് നാണമില്ല. 2 മന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ യോഗം നടക്കുക കോട്ടയത്ത്, വിലയിരുത്തൽ യോഗം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ 3-4 കിലോമീറ്റർ അപ്പുറത്ത് വിലയിരുത്തൽ യോഗം നടക്കുന്ന സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീഴുന്നത്. 2 മന്ത്രിമാർ ഓടിയെത്തി, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ കോട്ടയംകാരനായിട്ടുള്ള വാസവനും, മന്ത്രി വാസവനും ഓടിയെത്തി. പറയണം എല്ലാം കഴിഞ്ഞ് ശുഭം, എല്ലാവർക്കും പിരിഞ്ഞു പോവാം, എല്ലാവർക്കും പിരിഞ്ഞു പോവാം. മന്ത്രി വാസവൻ പറയുക, പാവപ്പെട്ട സ്വന്തം മകളുടെ ശസ്ത്രക്രിയക്കായിട്ട് മകൾക്ക് കൂട്ടിരിപ്പിനായിട്ട് വന്ന ഒരു അമ്മ കെട്ടിടം തകർന്നു വീണ് തൂണുകൾക്കിടയിൽ കിടന്ന് ജീവന് വേണ്ടി പിടഞ്ഞ് കൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ വീരവാദം. ഒന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ. നാണം വേണ്ട ഒരു മന്ത്രിക്ക്. ഒരു മന്ത്രി, അതും ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നടത്തണമായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു മന്ത്രിയല്ല കേരളത്തിന് ആവശ്യം. 2 മണിക്കൂർ വൈകിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും ആ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു. JCBക്ക് വരാൻ വഴിയില്ല, മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ അവിടെ സൗകര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പാവപ്പെട്ട ഒരാൾ വീട് കെട്ടിയണമെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴിയെ സംബന്ധിച്ച് ഇവിടെ ഒരു കെട്ടിടം വരികയാണെങ്കിൽ ആ കെട്ടിടത്തിലേക്കുള്ള എല്ലാ വഴികളെയും സംബന്ധിച്ച് പൊതുകാര്യങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഫയർ എഞ്ചിൻ പോകാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടാണ് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കേണ്ടത്. ഒരു ഫയർ സർവീസ് എഞ്ചിൻ പോകാൻ സ്ഥലമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് പോലും കടന്നു ചെല്ലാൻ കഴിയാത്തവിടെ മെഡിക്കൽ കോളേജിലെ കെട്ടിടം നിർമ്മിച്ചുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? അതിന്റെ ഉത്തരവാദി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരളത്തിലെ ആരോഗ്യ വകുപ്പ്. 2 മന്ത്രിമാരും ആ പാവപ്പെട്ട ജീവന് ഉത്തരം പറയണം. അനധികൃതമായിട്ടുള്ള നിർമ്മാണമാണ് അവിടെ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്. 2018 പ്രളയമുണ്ടായ സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, കേരളത്തിലെ തകർന്നു വീഴാൻ സാധ്യതയുള്ള മുഴുവൻ ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ബിൽഡിങ്ങുകളും പരിശോധിച്ചിരുന്നത്. എല്ലാ ജില്ലാ കലക്ടർമാരും ഒരാഴ്ചക്കകം അത്തരം ബിൽഡിങ്ങുകളെ പൊളിച്ചു മാറ്റാനായിട്ട് ഓർഡർ കൊടുത്തു. നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 2018 അന്നത്തെ ജില്ലാ കലക്ടറുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് അത് തകർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പൊളിച്ചു മാറ്റിയത്. ഈ മെഡിക്കൽ കോളേജ് 2013 ബലക്ഷയത്തിന്റെ പേരിൽ പൊളിച്ചു മാറ്റാൻ പറഞ്ഞ ബിൽഡിംഗാണ്. മന്ത്രി പറയുകയാണ് 2013 ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, ഞങ്ങൾ 2016 വന്നിട്ടുള്ളൂ. 2016 നിങ്ങൾ വന്നാൽ അന്ന് ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. 2016 ആരംഭിച്ച ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതില് ചികിത്സ ആരംഭിക്കാൻ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതുവരെ കേരളത്തെ ഭരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര കഴിവുകെട്ട ആളുകളാണ് കേരളം മാറി മാറി ഭരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPMന്റെ സഹോദര സഖാക്കളും പറയുന്നത് കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. ഇതിന്റെ പേരില നിങ്ങൾക്കിത് അവകാശപ്പെടാൻ 2 മുന്നണികൾക്കും കേരളത്തിലെ നേട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവകാശപ്പെടാൻ യാതൊരു അർഹതയുമില്ല. അത് വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ, അടിസ്ഥാന സൗകര്യ രംഗത്തായിക്കോട്ടെ, മെഡിക്കൽ രംഗത്തായിക്കോട്ടെ, ആ നേട്ടങ്ങളെല്ലാം അതിനെല്ലാം തുടക്കം കുറിച്ചത് ഇവിടെ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടത്ത്. തിരുവനന്തപുരം എയർപോർട്ട് എപ്പോഴാണ് വന്നത്? തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ എന്നാ സ്ഥാപിക്കപ്പെട്ടത്? അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള കോളേജുകള് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടതെല്ലാം ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലുണ്ട്. കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിന് മുമ്പ്
കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും അടിസ്ഥാന സൗകര്യ രംഗത്തുമെല്ലാം വളരെ മുന്നിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും. അതിൽ നിന്നുള്ള ഇന്നുവരെയുള്ള വളർച്ച പരിശോധിച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ കുതിച്ചുയരുന്ന സമയത്ത് കേരളം ഇന്ന് ആമയും മുയലും ഓടിയ പോലെയാ. കേരളം പുറകോട്ടാ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളില് യാതൊരു ചികിത്സാ സൗകര്യമില്ല. നേരത്തെ ജില്ലാധ്യക്ഷൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. എന്തിന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിങ്ങൾ പോവുക? പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് പരിക്കുള്ള മരുന്ന് കിട്ടും, അതിനപ്പുറം ഒന്നും കിട്ടില്ല. ലാബ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത സ്വകാര്യ ലാബുകളിലേക്ക് പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കാനിംഗ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള സ്വകാര്യ സ്കാനിംഗ് സെന്ററിലേക്ക് പോകണം. അങ്ങനെ എല്ലാത്തിനും സ്വകാര്യ ലാബുകളെയും അതുപോലെ തന്നെ സ്കാനിംഗ് സെന്ററുകളെയും പരിശോധനാ കേന്ദ്രങ്ങളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ ആശുപത്രികൾ. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഉദാഹരണം ഇന്ന് മന്ത്രി ഞെളിഞ്ഞുപോയിരിക്കുക. 2014 ആരംഭിച്ച മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഇനിയും അവിടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ ആരംഭിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നല്ലോ UP കണ്ട് പഠിക്കൂ, UP എന്തുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ UP കണ്ട് പഠിക്കണം. 2017 ശ്രീ യോഗി ആദിത്യനാഥ് അവിടെ അധികാരത്തിൽ വന്ന സമയത്ത് അവിടെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 8 or 9 ആണ്. ഇന്ന് ഉത്തർപ്രദേശിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം അറിയോ? 88 മെഡിക്കൽ കോളേജുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. 2017 നിർമ്മാണം ആരംഭിച്ച് 2022 ആകുമ്പോഴേക്കും 88 മെഡിക്കൽ കോളേജുള്ള സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശ് മാറി. നിങ്ങള് 60 കൊല്ലമായല്ലോ രണ്ടാളും ഭരിക്കുന്നു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അകമഴിഞ്ഞ സഹായമാണ് കേന്ദ്ര സർക്കാർ. ഇവിടുത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിന്റെ നവീകരണത്തിനായിട്ട് 1400 കോടി രൂപയോളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. നിങ്ങൾ ചെലവഴിച്ചത് എത്ര? 37% മാത്രം. കേന്ദ്ര സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഇതിന്റെ എല്ലാ നവീകരണത്തിനായിട്ട് ഈ വർഷം 120 മുതൽ 175 കോടി രൂപ വരെ ഓരോ മെഡിക്കൽ കോളേജിനും അനുവദിച്ചു. ഇതുവരെ നിങ്ങളുടെ വിഹിതം വെച്ചിട്ടുണ്ടോ? സംസ്ഥാന വിഹിതം വെച്ചിട്ടുണ്ടോ? കേന്ദ്ര വിഹിതം മുഴുവനായിട്ട് നൽകിയിട്ടും സംസ്ഥാന വിഹിതം നൽകാനില്ലാതെ ഇതുവരെ അതിന്റെ പണി ആരംഭിച്ചിട്ടില്ല. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യരംഗം മാത്രമല്ല സർവ്വരംഗങ്ങളിലും കേരളം തകർന്നടിഞ്ഞിരിക്കുകയാണ്. വീണാർ ജോർജിന് ആ സ്ഥാനത്തിരിക്കാൻ ഒരു അർഹതയുമില്ല. സ്വന്തം ജില്ലയിലല്ലേ, പത്തനംതിട്ട ജില്ലയില മരുന്ന് 3 വർഷം പഴക്കമുള്ള മരുന്ന് മന്ത്രിയുടെ ജില്ലയില് വരുന്ന രോഗികൾക്ക് കൊടുത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം. ആ എക്സ്പയറി കഴിഞ്ഞ സാധനമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആ എക്സ്പയറി കഴിഞ്ഞ സാധനത്തിന് തൂത്തെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു. നിങ്ങൾ നടപ്പാക്കുന്നില്ല. ഇവിടുത്തെ പ്രായമായ ആളുകൾക്ക്, 70 കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യ ചികിത്സ വരുമാനം നോക്കാതെ ചികിത്സ കിട്ടാനുള്ള പദ്ധതി കൊണ്ടുവന്നു. നിങ്ങൾ നടപ്പാക്കുന്നില്ല. ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാം, കേരളത്തിലെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധമാണ് അലയടിക്കാൻ പോകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് വാക്കുകൾ നിർത്തുന്നു. പിണറായി
ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഇന്നലെ പരിപാടി ഞങ്ങൾ സ്വീകരിച്ചവരാണ്. 10 മിനിറ്റ് ആവാത്ത മുന്നേ ഞങ്ങൾ കൊണ്ടുവരും. കോൺഗ്രസ്സുകാർ മാത്രം വരുന്നതായിരുന്നു. Jai